വിപണിയിൽ കുരുമുളകിന് ആവശ്യക്കാർ ഏറുമ്പോഴും പ്രയോജനം ലഭിക്കാതെ കേരളത്തിലെ കർഷകർ. വില വർധന ഉണ്ടാകുന്നുണ്ടെങ്കിലും വൻകിട കച്ചവടക്കാരും ഇടനിലക്കാരും ചേർന്ന് ലാഭം കൊയ്യുകയാണ്. ഇത് മറികടക്കാൻ കർഷകരിൽ നിന്ന് കുരുമുളക് സംഭരിച്ച വിപണനം നടത്താൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ആഭ്യന്തര വിപണിയിലും അന്താരാഷ്ട്ര വിപണിയിലും കുരുമുളകിന്റെ ആവശ്യം വർദ്ധിച്ചു വരികയാണ്. വിപണിയിൽ ഏറ്റവും അധികം ഗുണനിലവാരമുള്ള കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലും. എന്നാൽ വിപണിയിലെ അനുകൂല സാഹചര്യം സംസ്ഥാനത്തെ കുരുമുളക് കർഷകന് ഗുണം ചെയ്യുന്നില്ല. കച്ചവടക്കാരും ഇടനിലക്കാരും ചേർന്ന് കർഷക സാധ്യതകൾ ഇല്ലാതാക്കുകയാണെന്ന് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. സീസണാണ്ട് പുതിയ ചരക്ക് വരുന്നതുകൊണ്ട് ഇച്ചിരി മടുപ്പ് വരും. ലേബർ ചാർജ് വരുന്നുണ്ട്, അത് താങ്ങാൻ പറ്റിയത്. അല്ല, സാധാരണക്കാരൻ തന്നെ കൈകാര്യം ചെയ്യുന്നവർക്ക് നേട്ടമാണ്. ഈ 1000 രൂപ തച്ചു കൊടുക്കണ്ടേ, എവിടെ അതിനുള്ള പണി എടുക്കില്ല, അതല്ലേ നഷ്ടമെന്ന് പറയാം. ഉൽപാദന ചെലവിന് ആനുപാതികമായി വില ലഭിക്കാത്തതും വിയറ്റ്നാമിൽ നിന്നടക്കം ഗുണനിലവാരം കുറഞ്ഞ കുരുമുളക് ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നതും കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ കർഷകരിൽ നിന്ന് കുരുമുളക് നേരിട്ട് സംഭരിച്ച് വിപണനം നടത്താനും കയറ്റുമതി ചെയ്യാനും മുൻകൈയെടുക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കുരുമുളക് കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളകിന് ഒരു നല്ല വില ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നില്ല. ഇതിൽ സംസ്ഥാന സർക്കാർ തന്നെ ഒരു കാര്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളക് അത് സംഭരിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഗവൺമെന്റ് ഒരുക്കണം. ഇന്നത് സ്വകാര്യ വ്യക്തികളിൽ പൂർണ്ണമായും കേന്ദ്രീകരിക്കപ്പെട്ടുകയാണ്. സർക്കാർ സംഭരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ കുരുമുളകാക്കി ഇതിനെ വിപണിയിൽ ഇറക്കിയാൽ ഇവിടത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ കർഷകർക്ക് ഒരു 700 രൂപയെങ്കിലും 1 കിലോയ്ക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കുരുമുളകിൽ നിന്നുണ്ടാക്കുന്ന ഉപോൽപ്പന്നങ്ങൾക്കും ഡിമാൻഡ് കൂടി വരികയാണ്. ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും സർക്കാർ തയ്യാറാകണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷക താൽപര്യം സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കുരുമുളക് കർഷകർ വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും കർഷക സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. അമൃത ന്യൂസ്, കോട്ടയം.